കുറച്ച് പേരൻസ് ഒക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അവരുടെ നോട്ടത്തിലൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇവിടെയൊക്കെ കാണാറുണ്ടല്ലോടാ, മീൻ വാങ്ങിക്കാൻ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നവനല്ലേ. ഏറ്റവും അധികം വിഷമം തോന്നിയത് എനിക്ക് വേണ്ടിയിട്ട് അതെനിക്ക് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിച്ചു പറ്റില്ല. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടീസിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഫുൾ ഡേ തന്നെ നമ്മൾ മൊത്തത്തിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോയിലോട്ട് പോകാം. ഹംനക്കുട്ടി ഇതാ തലേ ദിവസം രാത്രിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ആ ഒരു തിരക്കിലാണ് ഹംനക്കുട്ടി നിൽക്കുന്നത്. ഹംനക്കുട്ടിയുടെ ആദ്യത്തെ ആനുവൽ ഡേ ആണ് അല്ലേ, LKG-യിലെ. ഏത് പാട്ടാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നത്? കിയ കിയ കുരുവിയാണോ? ഹിന്ദി പാട്ടാണോ കളിക്കുന്നത്? പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞോ? ഫുൾ ഡാൻസ് അറിയാമോ? സ്റ്റെപ്പൊക്കെ അറിയാമോ? ഹംനയുടെ ഡാൻസിന്റെ കോസ്റ്റ്യൂം ഏതൊക്കെ കളറാ? ബ്ലൂ ആൻഡ് വൈറ്റോ? ടീച്ചർ ഇട്ടൊക്കെ നോക്കിയോ കറക്റ്റ് ആണോ? ഓക്കെ. അപ്പൊ നാളെ എത്ര മണിക്ക് നമ്മൾ പോകണം സ്കൂളില്? 9 മണിക്ക്. 9 മണിക്കല്ല, നമുക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് സ്നാക്സും വെള്ളമായിട്ട് നമ്മൾ സ്കൂളിൽ ഉച്ചയ്ക്ക് പോയാൽ മതി. ഉച്ച കഴിയുമ്പോഴൊരു 3-4 മണിയാകുമ്പോൾ വിശക്കൂലേ, അപ്പം കഴിക്കണ്ടേ. അപ്പോൾ ഉമ്മച്ചി കുറച്ച് കഴിഞ്ഞ് പിന്നെയും വരും, ഒരു 4 o'clock ആകുമ്പോൾ. അപ്പോൾ പിന്നെയും ഉമ്മച്ചി സ്നാക്സ് ഒക്കെ കൊണ്ടുവരാവേ. പിന്നെന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഇത്തൂടെ ഡാൻസിൻ്റെ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചാലോ? ഇത് മിൻഹക്കുട്ടിയുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ടീച്ചർ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഷേപ്പും കാര്യമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സിൽ, ഷോളും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ടീച്ചറെടുത്താണൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മാല ഉണ്ടായിരുന്നു. മീഷോന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു മാലയും കമ്മലായിട്ടുള്ള സെറ്റ്. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത പാടെ തന്നെ അപ്പോൾ ഇന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെയാണ് പ്രോഗ്രാം, ഇന്നാണ് സംഭവം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ടെൻഷനിലായിരുന്നു. അപ്പോൾ വീണ്ടും 2 മാല കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതും വരുമോ ഇല്ലേന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈവനിങ് ആണ് നമുക്ക് സെലിബ്രേഷൻ. അപ്പോൾ അതിന് മുന്നേ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവളുടെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിലാക്കി ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ സമയത്തിൽ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ടെൻഷൻ വേണ്ട, കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒരു ബോക്സിലാക്കി, പിന്നെ അവളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒരു കവറിലാക്കി അത് മാറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ആനുവൽ ഡേയുടെ അന്നാണ് കേട്ടോ, രാവിലെയാണ്. അപ്പോൾ ഹംനക്കുട്ടി രാവിലെ തന്നെ അവളുടെ പാട്ടൊക്കെ TV-യിൽ ഇട്ടിട്ട് പ്രാക്ടീസാണ് ആള്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ കുറേ പ്രാവശ്യമായിട്ടോ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് തന്നെ. അപ്പോൾ കുറേ നേരം കൊണ്ട് TV-യുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുവാണ്. അപ്പോൾ ഉച്ച ആയിട്ടുണ്ട്, എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. 2 പേര് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പം മേക്കപ്പ് ഒന്നും ഇടരുതെന്നാണ് ടീച്ചർ പറഞ്ഞു വിട്ടേക്കുന്നത്. പൗഡർ ഒന്നും ഇടരുത്, ഒന്നും ഇടാതെ വിതൗട്ട് മേക്കപ്പിൽ വേണം പോവാനല്ലേ. വേറെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് തന്നു? തലയൊക്കെ കുളിച്ച് ഉണക്കിയിട്ട് വേണം പോവാൻ പറഞ്ഞല്ലേ. ഹംനക്കുട്ടി, ടീച്ചർ എന്തൊക്കെ പറഞ്ഞു വിട്ടു? മേക്കപ്പ് ഇടാൻ പറഞ്ഞു? അവരിട്ട് വരും അല്ലേ. അപ്പോൾ അവർ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ആ ഒരു വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീഷോയിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മാലയുടെ സെറ്റ് കൂടി വരാനുണ്ടെന്ന്. അപ്പോൾ ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് നമുക്കിത് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ സംഭവം നമ്മൾ 2 സെറ്റ് മാലയാണ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമ്മൾ മാല പൊട്ടിച്ച് നോക്കുകയാണ് സംഭവം ആ ഒരു ഐറ്റമാണ് വന്നതെന്ന്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് വേറെയാണ് വന്നേ ആണെങ്കിലും നമുക്ക് വേറെ സാധനം മേടിക്കേണ്ടതായിട്ടുണ്ട്. സംഭവം നമുക്കിനി ടൈമില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ മാല നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാല ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ആ നഗ്ന സത്യം നമ്മൾ അറിയുന്നത്. മാല സംഭവം ഒറ്റ പീസേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 സെറ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, 1 സെറ്റേ വന്നിട്ടുള്ളൂ. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഡാൻസ് ഗ്രൂപ്പിൽ അപ്പോൾ ഒരു കുട്ടിക്ക് മാത്രം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനായിരുന്നു 3 പേർക്കുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം 2 എണ്ണം കിട്ടി, ഒരാൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ടീച്ചറിനോട് വിളിച്ച് പറഞ്ഞു ഇതാണ് സംഭവം. അങ്ങനെ പിന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു മാല സെറ്റുമായിട്ട് ഞാൻ പിന്നെ പോയിട്ട് കാണിച്ചു കൊടുത്തു, ഇത് മതിയോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ആ മാലയാണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും മീഷോന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് സാധനം മേടിക്കുന്ന കേട്ടോ. പിന്നെ ഇറങ്ങുന്ന ടൈം ആയപ്പോഴേക്കും ഹംനക്കുട്ടിയുടെ ഹാലാകെ മാറി. പിന്നെ അവൾക്ക് ചെരുപ്പൊക്കെ ഹീലുള്ള ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാശിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോർമൽ ഇടാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ള ചെരുപ്പ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. സമയം ഒത്തിരി തന്നെ ആയിട്ടുണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ഉച്ചയ്ക്ക് തന്നെ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവിടുകയാണ്. നമുക്കൊരു ഈവനിങ് ആകുമ്പോൾ നമ്മൾ പോയാൽ മതി. അപ്പോൾ ഹംനക്കുട്ടിയും മിൻഹക്കുട്ടിയും ഞാൻ കൊണ്ട് വിടുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലെത്തിയ പാടെ തന്നെ സ്റ്റേജും അവിടുത്തെ ഡെക്കറേഷൻ പരിപാടിക്ക് കണ്ടിട്ട് ഹംനക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. മിൻഹയുടെ 3rd ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അവളിവിടെ കയറിയിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഈ സ്കൂളിലാണ്. 2 വർഷം കോവിഡ് ആയിരുന്നില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സിയാൻകുട്ടിനെയും കൂടി വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവനെയും കൂടി ഇവിടെ കൊണ്ട് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ സിയാൻകുട്ടൻ്റെയും ഫസ്റ്റ് ആനുവൽ ഡേ ആണ്. ആ ഒരു ടൈമിൽ ഹംനക്കുട്ടി പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഭയങ്കര അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെ കണ്ടിട്ടില്ല, എപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ചിരിച്ചിട്ട് പോവുകയാണ് എല്ലാവരും ക്ലാസ്സിൽ. പിന്നെ നമ്മൾ ആരും തന്നെ ക്ലാസ്സിൽ കയറ്റിയിട്ടില്ല മേക്കപ്പ് ടൈമിൽ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാനും ഐദൂട്ടിയും കൂടി വൈകുന്നേരം പോവുകയാണ്. ഞാനും ഐദൂട്ടി സ്കൂട്ടറിൽ സ്നാക്സൊക്കെ എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ കുട്ടീസിനൊക്കെ വിശക്കൂല, ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നാക്സും പരിപാടിയൊക്കെ വാങ്ങിച്ചിട്ട് സ്കൂളിലെത്തിയിട്ടുണ്ട്. ഹംനക്കുട്ടി ഇതാ എല്ലാം റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആള് സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ മുകളിലത്തെ ക്ലാസ്സിലാണ് മിൻഹക്കുട്ടിയുടെ ക്ലാസ്. അപ്പോൾ അവിടെ പോയി എന്താ പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ തിരക്കിലാണ് കേട്ടോ. കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഇറക്കുന്നതിലൊക്കെ വെപ്രാളത്തിലാണ് ടീച്ചേഴ്സും പാരൻസും എല്ലാവരും തന്നെ. അപ്പോൾ ഈ ഒരു റൂമിനകത്താണ് നമ്മുടെ മിൻഹക്കുട്ടി ഉള്ളത്. അപ്പോൾ എല്ലാവരും തിരക്കിലാണ്. ഇനി ഒട്ടും ടൈമില്ല, കുറച്ച് സമയം ബാക്കിയുള്ളൂ ഗസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു കോസ്റ്റ്യൂം മിൻഹക്കുട്ടിയുടെ. അപ്പോൾ മിൻഹക്കുട്ടിയുടെ കൂടെ ഉള്ളവരൊക്കെ ഏകദേശം കുറേ പേര് ഒരുങ്ങിക്കഴിഞ്ഞു. മിൻഹക്കുട്ടി ഇതാ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ടീച്ചർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗസ്റ്റ് വരാൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടീസിനെ എല്ലാവരെയും റെഡിയാക്കിയിട്ട് തിരിച്ച് നമ്മൾ സ്റ്റേജിലോട്ട് കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ കുട്ടികളെ അവിടെ കൊണ്ട് ഇരുത്തുകയാണ് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ എന്നിട്ട് പറയാണ് ആരും ഇവിടെ നിന്ന് എവിടേക്ക് പൊയ്ക്കളയരുത്, എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നോളണം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ക്യാൻഡിലൊക്കെ കൊടുക്കുന്നുണ്ട് കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു ക്യാൻഡിൽ ഒരു കുട്ടിക്ക് കത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അനിയത്തി. പക്ഷേ അത് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായ ലൈറ്റ് കത്താത്തതിൽ. അതിനിടയിൽ തന്നെ നമ്മുടെ ഹംനക്കുട്ടിയുടെ ഫ്രണ്ട്സിന് അവർക്ക് എല്ലാവർക്കും തന്നെ മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ.
ഫ്രണ്ട്സ് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് കുട്ടീസിനെ എല്ലാവരും തന്നെ പിടിച്ച് ക്ലാസ്സിലിരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരും പേരൻസിൻ്റെ അടുത്ത് പോകരുത്. ടൈമിൽ അവർ ആർക്കെ തിരക്കാൻ പറ്റില്ല ടീച്ചേഴ്സിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ക്ലാസ്സിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ സിയാൻകുട്ടനും ഇതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് ആള്. അപ്പോൾ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് സ്റ്റേജിൽ. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിട്ട് അതിൽ ഡാൻസൊക്കെ കളിക്കുന്നതാണ് സിയാൻകുട്ടനും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഗസ്റ്റ് വരാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് വന്നതിന് ശേഷമായിരുന്നു മിൻഹക്കുട്ടിയുടെ പെർഫോമൻസ്. മിൻഹക്കുട്ടിയുടെയും ഫ്രണ്ട്സിൻ്റെയും പ്രെയർ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രോഗ്രാം മിൻഹയുടെയും ഫ്രണ്ട്സിൻ്റെയും പ്രോഗ്രാം ആയിരുന്നു. To begin our program, I would like to extend a warm welcome to our പ്രെയർ ഡാൻസ് കഴിഞ്ഞിട്ടുണ്ട്. മിൻഹക്കുട്ടിയുടേത് ഫസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിൻഹക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അവള്. നെക്സ്റ്റ് നമ്മുടെ കിഡ്സിൻ്റെയൊക്കെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗസ്റ്റിൻ്റെയൊക്കെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അവരെ വെൽക്കം ചെയ്യുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉപ്പും മുളകും, ചക്കപ്പഴം, ലേഡീസ് റൂം, അളിയൻസ് മുതലായ ജനപ്രിയ പരമ്പരകളിലൂടെ സ്വീകരണ മുറികളിൽ നിറഞ്ഞു നിൽക്കുന്ന ചലച്ചിത്ര താരം, നെയ്യാറ്റിൻകരയുടെ സ്വന്തം ശ്രീ ബിനോജ് കുളത്തൂർ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ, സിവിൽ സ്കോർ, ഞാൻ കണ്ടതാ സാറേ എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്വതസിദ്ധമായ അവതരണ ശൈലിയിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച് ഹൃദയങ്ങൾ കീഴടക്കിയ ഈ പ്രതിഭയെ ഹൃദയപൂർവ്വം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. 27ാം വാർഷികം ആഘോഷിക്കുന്ന വിമല ഹൃദയ സ്കൂളിന്റെ ഈ ഒരു ക്ഷമാർപ്പണത്തോടുകൂടി തുടങ്ങാം. കാരണം ഞാൻ കാര്യം ഏതാണ്ട് ഒരു മണിക്കൂർ ഈ പ്രോഗ്രാം വൈകിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മനഃപൂർവ്വമല്ല, ഒരു അബദ്ധം പറ്റിയതാണ്. കാര്യം വേറൊരു സ്കൂളിൽ കുറുമ്പൂട്ടി എന്ന സ്ഥലത്തൊരു സ്കൂളിൽ എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനുവും എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വിമല ഹൃദയ സ്കൂളിന്റെ ഡേറ്റ് 22-ാം തീയതി എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അത് ഇടയ്ക്കാണ് അത് ക്ലിയർ ആയത്. പക്ഷെ അത് രണ്ടും ഒരുമിച്ച് വന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ ഈ മനസ്സിലാക്കിയ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അവരും ഇതുപോലെയൊക്കെ എല്ലാം റെഡിയാക്കി അവരും ഇരുന്നു. ഇവിടെ സ്കൂളിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എനിക്ക് ഏറ്റവും അധികം വിഷമം തോന്നിയത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോലുമില്ല. എനിക്ക് വേണ്ടിയിട്ട് ആ കൊച്ചു പിള്ളേരോട് അത്രയും നേരം വെയിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായി. എനിക്കത് മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമമായി. എന്തായാലും അടുത്ത പ്രാവശ്യം ഇതുപോലെ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ കൃത്യസമയത്ത് തന്നെ ഞാൻ ഇവിടെ എത്തിക്കോളാം. കുറച്ച് പാരൻസ് ഒക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അവരുടെ നോട്ടത്തിലൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇവിടെയൊക്കെ കാണാറുണ്ടല്ലോടാ, മീൻ വാങ്ങിക്കാൻ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നവനല്ലേ. സ്കൂളിൽ ഒരു ആവശ്യം വന്നപ്പോൾ നിനക്ക് എവിടെ നിന്ന് ഇത്രയും തിരക്കായി എന്നുള്ള മൈൻഡിൽ അവിടെ നിന്ന് നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ചേട്ടന്മാരെ അതുകൊണ്ടല്ല ഇങ്ങനെ അബദ്ധം പറ്റി പോയത് കൊണ്ടാണ്, സോറി ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നന്ദി, നമസ്കാരം.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗസ്റ്റ് നമ്മുടെ ഹംനക്കുട്ടിക്കൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു, സ്കോളർഷിപ്പിലും ആർട്സ് ഡേക്കൊക്കെ. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൈസും കാര്യങ്ങളും കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ആനുവൽ ഡേ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹംനക്കുട്ടിക്ക് കുറച്ച് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാനാണ് കേട്ടോ. അപ്പോൾ കാണിച്ചു തന്നിട്ട് ടീച്ചേഴ്സ് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, അവിടെ ആരും പേരൻസിൻ്റെ അടുത്ത് നിൽക്കരുത്, പ്രോഗ്രാമിനുള്ളവർ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രൈസ് എല്ലാം കൊണ്ട് കാണിച്ചു തന്നിട്ട് അവൾ തിരിച്ച് പ്രോഗ്രാമിനോട്ട് പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഹംനക്കുട്ടിയുടെ പ്രോഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം നമുക്ക് ഓഡിയോ നമുക്ക് ഇതിലിടാൻ പറ്റില്ല യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഹംനക്കുട്ടി അവളുടെ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ടീച്ചർ എല്ലാം കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആക്കി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡാൻസാണ് അടുത്ത് കളിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് എപ്പോഴും വീട്ടിൽ നമുക്ക് പാട്ടൊക്കെ ഇട്ടിട്ട് എപ്പോഴും കളിക്കുന്നതാണ്, ഉമ്മച്ചി ഇത് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുട്ടീസിൻ്റെ പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആർക്കും തന്നെ ഒരു ബോറടിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അവരുടെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ ഹംനക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ സിയാൻകുട്ടിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഡാൻസിൻ്റെ പ്രോഗ്രാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിയാൻകുട്ടൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഹംനക്കുട്ടിയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കിയ കുരുവിയാണ് കളിക്കുന്നത് കേട്ടോ. കുട്ടീസിൻ്റെ പ്രോഗ്രാമൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടീസിൻ്റെ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിൻഹക്കുട്ടിയുടെ പ്രൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.